ഗുരുവായൂർ ദേവൻ വാഴും ക്ഷേത്രം ദക്ഷിണേഷ്യയിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് 26 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണുവാണ്. ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദരിനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായതും ഭക്തജന തിരക്കുള്ളതുമായ ക്ഷേത്രം. ഇവിടുത്തെ ചതുർബാഹുവായ ഭഗവത് രൂപം മനുഷ്യനിർമ്മിതമല്ലെന്നും ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ നേരിട്ട് ആരാധിച്ച നാരായണ രൂപമാണെന്നും സങ്കല്പമുണ്ട്. കൃഷ്ണാവതാര സമയത്ത് ദേവകിക്കും വസുദേവർക്കും കാര്യാഗ്രഹത്തിൽ വച്ച് ദർശനം നൽകിയ മഹാവിഷ്ണു രൂപമാണ് ഗുരുവായൂരിലേതെന്നും വിശ്വാസമുണ്ട്. കുംഭമാസത്തിലെ പൂയം നക്ഷത്ര ദിവസം കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. മാത്രമല്ല, വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി വ്രതം, ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി, തിരുവോണം, മേടമാസത്തിൽ വിഷു എന്നിവയും വിശേഷ ദിവസങ്ങളാണ്. പ്രതിഷ്ഠ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർബാഹുവും ശംഖുചക്ര ഗദാപത്മധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ്. കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. അത്യപൂർവവും വിശിഷ്ടവുമായ പാതാളാഞ്ജന ശിലയിൽ തീർത്തതാണ് ഇവിടുത്തെ അതിമനോഹരമായ വിഗ്രഹം. വിഗ്രഹത്തിന് ഏകദേശം 4 അടി ഉയരം കാണും. ഗുരുവായൂരപ്പൻ എന്നാണ് ഈ പ്രതിഷ്ഠയെ ഭക്തർ വിളിക്കുന്നത്. ശ്രീകൃഷ്ണ അവതാര സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാര്യഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് വിഗ്രഹത്തിനുള്ളതെന്ന് വിശ്വസിക്കുന്നു. ഇതാകാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി സങ്കല്പിക്കുന്നതിൻ്റെ കാരണം. ഹൈന്ദവ കൃതിപ്രകാരം വിഷ്ണു വിഗ്രഹത്തിന് 24 ഭാവങ്ങളുണ്ടെന്നാണ് വിശ്വാസം. ഭാവവ്യത്യാസമനുസരിച്ച് ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച കൈകൾക്കും വ്യത്യാസമുണ്ട്. പുറകിലെ വലതു കൈയിൽ ചക്രം, മുന്നിലെ വലതു കൈയിൽ പത്മം, പുറകിലെ ഇടതു കൈയിൽ ശംഖ്, മുന്നിലെ ഇടതു കൈയിൽ ഗദ എന്നിവ ധരിച്ച രൂപത്തിലുള്ള വിഗ്രഹത്തിന് ജനാർദ്ദനൻ എന്നു പേര്. ഗുരുവായൂർ ക്ഷേത്ര വിഗ്രഹം ഈ രൂപത്തിലാണ്. എന്നാൽ ഗുരുവായൂരപ്പൻ 12 ഭാവങ്ങളിൽ ദർശനം നൽകുന്നു എന്നാണ് സങ്കല്പം. നിർമ്മാല്യ ദർശനം. വിശ്വരൂപം. തൈലാഭിഷേകം വാതരോഗാഗ്നൻ. വാകച്ചാർത്ത് ഗോകുലനാഥൻ. ശംഖാഭിഷേകം സന്താന ഗോപാലൻ. ബാലാലങ്കാരം ഗോപികനാഥൻ. പാൽ മുതലായ അഭിഷേക സമയം യശോദാബാലൻ. നവകാഭിഷേകം വനമാല കൃഷ്ണൻ. ഉച്ചപൂജ സർവാലങ്കാരഭൂഷണൻ. സായങ്കാലം സർവമംഗളദായകൻ. ദീപാരാധനയ്ക്ക് മോഹനസുന്ദരൻ. അത്താഴപൂജയ്ക്ക് വൃന്ദാവനചരൻ. തൃപ്പുകയ്ക്ക് ശേഷശയനൻ. ഭക്തർക്ക് ഏക പ്രിയങ്കരമാണ് ഈ ഭാവങ്ങൾ. ദിവസേന 12 സമയത്തും 12 ഭാവത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ സ്വരൂപങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ഓരോ രീതിയിലാണ് പ്രതിഷ്ഠ അലങ്കരിക്കുക. ഇതുകൂടാതെ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ദശാവതാര ചാർത്തും ചില ദിവസങ്ങളിൽ അലങ്കരിക്കും.